സുഹൃത്തുക്കളെ, ആതിരപ്പള്ളി വാട്ടർഫാൾസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കെല്ലാം അറിയാം, ചാലക്കുടിക്ക് 40 കിലോമീറ്റർ കിഴക്കായിട്ട് മൽപ്പാറ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ വിസ്മയമായ വാട്ടർഫാൾസ് ആതിരപ്പള്ളി. കണ്ണിനും മനസ്സിനും കുളിരേകുന്ന കാഴ്ചകളുടെ ഒരു കലവറയാണ് ആതിരപ്പള്ളി. ആതിരപ്പള്ളിയുടെ കാഴ്ചകൾ നമുക്ക് കണ്ടുവരാം. വാഴച്ചാൽ വാട്ടർഫാൾ സന്ദർശിച്ച ശേഷം നമ്മൾ നേരെ പോയത് ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കാണ്. അങ്ങനെ നമ്മുടെ വാഹനം ആതിരപ്പള്ളി എത്തുന്നതിന് മുമ്പുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ കാണാവുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് എത്തിച്ചേർന്നു. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ വ്യൂ വളരെയധികം ആസ്വദിച്ചു. വെള്ളം കുറവായതിനാൽ പഴയ ശരിയായിട്ടുള്ളൊരു ശൗര്യം ഈ ചാട്ടത്തിൽ കണ്ടില്ല. എങ്കിലും അതിമനോഹരമായ കാഴ്ചയായിരുന്നു വ്യൂ പോയിന്റിൽ നിന്നും നമുക്ക് ലഭ്യമായത്. അതിനുശേഷം നമ്മൾ നേരത്തെ വാഴച്ചാലിലേക്ക് എടുത്ത ടിക്കറ്റ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ മെയിൻ കവാടത്തിലൂടെ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നടന്നു വേണം പ്രധാന ഹാപ്പനിങ് ഏരിയയിൽ എത്തിച്ചേരാൻ. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ധാരാളം സന്ദർശകർ തിരികെ പോവുകയും വന്നുകൊണ്ടും ഇരുന്നു. നല്ല വനത്തിന് ഇടയിലൂടെയുള്ള യാത്രയായതിനാൽ വെയിലൊന്നും പ്രശ്നമായില്ല. റോഡെല്ലാം നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ട് നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന് എല്ലാവരും സമ്മേളിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ അത്യാവശ്യം നമുക്ക് വാങ്ങിക്കുന്ന സ്നാക്സും ഐസ്ക്രീമും ചുക്ക് കാപ്പിയും മറ്റെല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എല്ലാവരും വന്നിരുന്ന് കാഴ്ചകൾ കണ്ടിട്ട് വിശ്രമിക്കുന്നത് കാണാം. നേരെ കാണുന്നിടത്താണ് ആതിരപ്പള്ളി വാട്ടർഫാൾസ് ഉള്ളത്. പക്ഷെ അതിൻ്റെ വാട്ടർഫാൾസ് ശരിയായിട്ട് കാണണമെങ്കിൽ ഏതാണ്ട് 1 കിലോമീറ്റർ പിന്നെയും കുത്തനെയുള്ള ഇറക്കം ഇറങ്ങി നമ്മൾ താഴോട്ട് പോയാൽ മാത്രമേ വാട്ടർഫാൾസിൻ്റെ ശരിയായ വ്യൂവിനടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയൂ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടായാലും നമ്മൾ അങ്ങോട്ട് ആ വാട്ടർഫാൾസിനടുത്തേക്ക് ഒരുക്കിയിട്ടുള്ള കുത്തനെയുള്ള ഇറക്കം ഇറങ്ങി ഇങ്ങനെ താഴോട്ട് നടന്നു. പലരും വഴിയുടെ ഇത് കണ്ടിട്ട് തിരികെ പോകുന്നതൊക്കെ കാണാമായിരുന്നു. ഇറങ്ങാൻ നല്ല ഇറക്കമാണ്, പക്ഷെ കയറി വരുമ്പോഴാണ് ബുദ്ധിമുട്ട്. നല്ല കിതച്ച് മാത്രമേ കയറാൻ പറ്റൂ. അപ്പം അത് നല്ല അസുഖമൊക്കെ ഉള്ളവരൊന്നും ഇത് ഇറങ്ങാനൊന്നും ശ്രമിക്കേണ്ട, മുകളിൽ വന്നിരുന്ന് കണ്ടിട്ട് പോവുക. ആതിരപ്പള്ളി വനത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന ചാലക്കുടി പുഴയിലുള്ള നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്. കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഈ താഴെ കാണുന്ന ആ സിനിമാസ്കോപ്പ് വ്യൂ, നമ്മൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് തന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ വെള്ളം കുറവായതിനാൽ വളരെ അടുത്തേക്ക് പോയി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ സന്ദർശകർക്ക് കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ താഴെ കുളിക്കാനുള്ള അനുവാദമില്ല. കുളിക്കുന്നതൊക്കെ ഇതിന് മുകളിൽ ചെറിയ ചെറിയ പാർക്കെട്ടിലെ ചെറിയ ചെറിയ നീർച്ചാലുകളുണ്ട്, അവിടെ യഥേഷ്ടം കുളിക്കാനുള്ള അനുവാദമുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ആ വാട്ടർഫാൾസിൽ
വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. വെള്ളം കുറവുണ്ടായിരുന്നെങ്കിലും കാഴ്ചയ്ക്ക് മങ്ങലൊന്നും വീട്ടിട്ടില്ല. അവിടെ അടുത്തുള്ള പാറക്കെട്ടിന് മുകളിലൊക്കെ കയറി നിന്ന് നമുക്ക് ഇഷ്ടംപോലെ വീഡിയോ എടുക്കാനും ഒക്കെ സൗകര്യമുണ്ട്. പിന്നെ വെള്ളത്തിൽ അകത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കത്തില്ല. അവിടെ ഇരുന്ന് നോക്കാനൊക്കെ ഗാർഡൊക്കെ ഉണ്ട്. കാരണം അപകടം പതിയിരിക്കുന്ന സ്ഥലം കൂടിയാണ്. എല്ലാം പാറക്കെട്ടാണ്. മുകളിൽ പാറക്കെട്ടിന് മുകളിലൂടെ ഒഴുകി വരുന്ന വെള്ളമാണ് നമുക്ക് സന്തോഷമേകിക്കൊണ്ട് ധാരധാരയായി താഴേക്ക് പതിക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം കല്ലുകളൊക്കെ ഉരുണ്ടുവരാൻ സാധ്യതയുള്ളതിനാൽ ഇവിടെ ആരെയും കുളിക്കാനൊന്നും അനുവദിക്കില്ല. വളരെ ശക്തമായ രീതിയിലാണ് ഇപ്പോഴും വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നല്ല വെയിലായിരുന്നുകൊണ്ട് വീഡിയോ ഒക്കെ ചെറിയൊരു മങ്ങലുണ്ട്. പക്ഷേ വെയിലിനെ വകവയ്ക്കാതെ തന്നെ നമ്മൾ കിട്ടാവുന്നത്ര ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കും. ഇങ്ങനെ കുറേ നേരം നിന്ന് നമ്മൾ ഇതെല്ലാം ആസ്വദിച്ചു. ധാരാളം മറ്റ് സന്ദർശകരും ഉണ്ടായിരുന്നു. എല്ലാവരും ഈ പാറക്കെട്ടിന് മുകളിലൊക്കെ കയറി നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയും ഷൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന തിരക്കിലായിരുന്നു. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരും വളരെ ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ ആനന്ദിക്കുന്ന കാഴ്ചകൾ കാണാമായിരുന്നു. വെയിൽ വകവയ്ക്കാതെ ഞാനും ഇതിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. അതിനുശേഷം കുറേ നേരം മാറിയിരുന്ന് അവിടെ എത്തിയ സന്ദർശകരുടെ സന്തോഷം തിമിർപ്പിൽ ലയിച്ച് ആ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ തടൽ നോക്കി കുറേ നേരം ഇരുന്നു. ഇനി ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ ഇറങ്ങി ആ വ്യൂ ഒക്കെ കണ്ട് സന്തോഷിച്ച് നമ്മൾ സംഘാംഗങ്ങളെല്ലാം തന്നെ പാറക്കെട്ടിന് മുകളിൽ അങ്ങനെ ഇരുന്നു. ശരിക്കും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മാസ്മരിത അനുഭവിക്കണമെങ്കിൽ നല്ല വെള്ളമുള്ള സമയത്ത് വരണം. അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ താഴെ വീട് തെറിച്ച് അതിൻ്റെ നീർത്തുള്ളികൾ നമ്മളെ നനയ്ക്കുന്ന ഒരു കാഴ്ച. എത്ര വെയിലുണ്ടെങ്കിലും ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തുള്ളികൾ വന്ന് നമ്മുടെ ശരീരത്ത് തടിച്ച് നമ്മളെയൊക്കെ നനയ്ക്കുന്ന, നമ്മളൊക്കെ മഴ നനയുന്ന രീതിയാണ് അന്നേരം ഉണ്ടാകുന്നത്. ഞാൻ അങ്ങനെയുള്ള അവസരത്തിലും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോഴും കാഴ്ചയ്ക്ക് കുറവൊന്നുമില്ല, വെള്ളം ഇത്തിരി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു ദിവസം വന്ന് കുടുംബമായിട്ട് ഉല്ലസിക്കാൻ പറ്റുന്ന നമ്മുടെ കേരളത്തിലെ വിസ്മയകരമായ വാട്ടർഫാൾസാണ് ഈ ആതിരപ്പള്ളി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരികെ മുകളിൽ കയറി വന്നപ്പോൾ കുറേ സ്കൂൾ കുട്ടികളും ഒക്കെ വന്ന് ഇവിടെ ആകെ തിരക്കായി തുടങ്ങിയിരുന്നു. ഇതാണ് ഈ വാട്ടർഫാൾസിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള കാഴ്ച. വെള്ളമുള്ള സമയത്ത് ഇവിടെ കുത്തനെ വെള്ളം വന്ന് ചാടുന്ന അതിമനോഹരമായ ഭീകരമായ കാഴ്ചയാണ്. ഇത് ഒരു കാവൽമാടമാണ്. ആരും അങ്ങോട്ട് പോയി പാറക്കെട്ടാണ് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് അങ്ങ് അകലെയായിട്ട് ധാരാളം ആൾക്കാർ ഈ പാറക്കെട്ടിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും നീർച്ചാലിലും എല്ലാം കുളിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. കാഴ്ച കണ്ട് നടക്കുന്ന കുട്ടികളും മറ്റു സന്ദർശകരെയും കാണാം. ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ ഇടയ്ക്കുള്ള നീർച്ചാലിലൊക്കെ ആൾക്കാരിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പല സംഘങ്ങളായി തിരിഞ്ഞ് സന്ദർശകർ ഇങ്ങനെ കുളിച്ച് സന്തോഷത്തിമുപ്പിൽ ആറാടുകയാണ്. ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ 3-4 പേര് മാറി തണൽ നോക്കി. നല്ല വെയിലുണ്ടായിരുന്നു. തണൽ നോക്കി ഇങ്ങനെ ഈ മരച്ചുവട്ടിൽ ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ടങ്ങനെ ഇരുന്നു. അതിനുശേഷം
കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അതിരപ്പള്ളിയോട് വിട പറഞ്ഞു.